السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أشرف المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ചാണ് നമ്മുടെ സംസാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസം സബൂറിൻ്റെ മാസമാണ്, ക്ഷമയുടെ മാസമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലിപ്പുകളിലൊക്കെ സംസാരിച്ചത്. ഇന്നും അതേ സബറിൻ്റെ ഒരു വിഷയം തന്നെയാണ് നിങ്ങളെ ഉണർത്താനുള്ളത്. ഏറ്റവും ക്ഷമ ആവശ്യമായതും പക്ഷേ നമുക്ക് പലർക്കും ക്ഷമയില്ലാത്തതുമായ ഒരു സംഗതിയാണ് തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരം റമദാൻ മാസത്തിൽ മാത്രമുള്ള നിസ്കാരമാണ്. ഇങ്ങനെയാണ് ലോക മുസ്ലിമുകൾ വിശ്വസിക്കുന്നത്. ചുരുക്കം ചില ആളുകൾ അത് റമദാനിക്ക് മാത്രമുള്ളതല്ല, എല്ലാ കാലത്തുള്ളതാണ്, അത് റമദാനിലാവുമ്പോൾ അതിന് തറാവീഹ് എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നവരുണ്ട്. അവരെ നമുക്ക് അവഗണിക്കാം. എന്നാൽ റമദാനിൽ മാത്രമുള്ള ഈ നിസ്കാരം, പിന്നെ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് എത്ര റക്അത്താണ്, 8 20 എന്നൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകൾ പല കോണുകളിലുമുണ്ട്. എന്നാലും ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഈ എല്ലാ മദ്ഹബിൻ്റെ ആളുകളും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് 20 റക്അത്ത് നിസ്കാരം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിസ്കാരം നിസ്കരിച്ചു നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. 3 രാത്രി ജമാഅത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യത്തെ രാത്രി നിസ്കാരങ്ങൾ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹാബത്തുകളൊക്കെ അതിൽ പങ്കുകൊണ്ടു. അങ്ങനെ പിറ്റേന്ന് അന്ന് പങ്കെടുത്ത ആളുകളൊക്കെ ജനങ്ങളിൽ ഇങ്ങനെ ഒരു സംസാരം, ജനങ്ങളുടെ ഇടയിൽ സംസാരിച്ചു, ഇങ്ങനെ ഇന്നലെ രാത്രി നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടറിഞ്ഞ് രണ്ടാമത്തെ രാത്രി, പിറ്റത്തെ രാത്രി വന്നപ്പോൾ ആ നിസ്കാരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. ആദ്യത്തെ രാത്രിയിലേക്കാണ് കൂടുതൽ പങ്കെടുത്തു. പിന്നെ മൂന്നാമത്തെ രാത്രിയിൽ, ഇപ്പം രണ്ടാമത്തെ രാത്രിയിൽ പങ്കെടുത്തവരൊക്കെ അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആളുകളിൽ അതിരുന്നത് ആ വിവരങ്ങൾ കൊടുത്ത്, അപ്പം പിന്നെയും ആളുകൾ കൂടി മൂന്നാമത്തെ രാത്രിയും നിസ്കരിച്ചു. പിന്നെ നാലാമത്തെ രാത്രി പള്ളി നിറഞ്ഞു കവിഞ്ഞു. എല്ലാവരും, ഒരുപാട് ആളുകൾ. കാരണം സഹാബത്തല്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു ഖൈറ് കാണുമ്പോൾ അതിലേക്ക് മുൻകടന്ന് വരുന്നവരല്ലേ അവർ. അത് കേൾക്കുമ്പോഴേക്ക് ഇത്രയ്ക്ക് ഈമാനുള്ള ആളുകളല്ല അവരൊക്കെ. അപ്പം അങ്ങനെ പള്ളിയിലൊക്കെ തടിച്ചുകൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിസ്കരിക്കാൻ വന്നില്ല, നേതൃത്വം കൊടുക്കാൻ വന്നില്ല. അങ്ങനെ അവിടെ ഇരുന്ന് സുബിയായി. സുബിഹിക്ക് ജമാഅത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു വന്നു. എന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബത്തിനോട് അഭിമുഖമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. നിങ്ങളിവിടെ ഉള്ളത് എനിക്കറിയാഞ്ഞിട്ടല്ല, പിന്നെ
വലാകിന്നി ഖശീതു അൻ തുഫ്റദ അലൈക്കും ഫതഅജിസു അൻഹാ. ഞാൻ ഭയപ്പെട്ടു നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട്, ഇത് നിങ്ങളെ മേൽ ഫർദാക്കപ്പെടുമോ എന്ന്. നിങ്ങൾ ഈ ആവേശങ്ങളൊക്കെ കണ്ടിട്ട് ഇത് നിങ്ങളെ മേൽ ഫർദാക്കപ്പെടും, പിന്നെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ വരുമല്ലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ നിങ്ങളിലേക്ക് ആ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വരാതിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അപ്പോടെ അന്ന് മുതൽക്ക് സ്റ്റോപ്പായതാണ് തറാവീഹ് നിസ്കാരത്തിലെ ആ ജമാഅത്ത് ശിഷ്ടം. അതായത് ഒരു ഇമാമിൻ്റെ നേതൃത്വത്തിലായിട്ട് ജമാഅത്തായിട്ട് നിർവഹിക്കുന്ന ആ ശിഷ്ടം അന്നവിടെ സ്റ്റോപ്പായി. എന്ന് പറഞ്ഞാൽ തറാവീഹ് നിസ്കാരം അള്ളാഹിൻ്റെ റസൂൽ നിർത്തിയെന്നോ സഹാബത്ത് നിർത്തിയെന്നോ എന്നൊന്നും അതിൻ്റെ അർത്ഥമില്ല. അങ്ങനൊന്നും മനസ്സിലാക്കണ്ട. അവർ തുടർന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കും. ചില ജമാഅത്തായിട്ട് നിസ്കരിക്കും. റസൂലുള്ളാഹി അങ്ങനെ നിസ്കരിക്കും, വീട്ടിൽ നിന്ന് നിസ്കരിക്കും. അങ്ങനെ തുടർന്നു പോയി. റസൂലുള്ളാഹി വഫാത്തായി. പിന്നെ വഫാത്തായതിനു ശേഷം പിന്നെ അധികാരത്തിൽ വരുന്ന ആളാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് പല ആഭ്യന്തര പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ ആയി. അതൊക്കെ നേരിടേണ്ട ഒരവസ്ഥ വന്നു. കള്ളനബിമാരും ഇങ്ങനെ പലതും നേരിടേണ്ടി വന്നപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരെ കാലം കഴിഞ്ഞു. പിന്നീട് അധികാരത്തിൽ വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവറുകളാണ്. അവർ അധികാരത്തിലേറിയതിന് ശേഷം കുറേ പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. ആ കൂട്ടത്തിൽ ഇങ്ങനെ തറാവീഹിൻ്റെ കാര്യത്തിൽ ഒരു പരിഷ്കാരം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ അതിനെ കൊണ്ടുവന്നു എന്നാണ്. അല്ലാതെ ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ തറാവീഹ് വിദഅത്താക്കി കൊണ്ടുവന്നു, റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്നൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അങ്ങനെ വ്യാഖ്യാനിക്കാനുണ്ട്, പറ്റൂല. അങ്ങനെ ചെയ്യുന്നവരും അല്ല സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യുന്നവരാണ്. അവരെ പോലെ നബിയെ ഫോളോ ചെയ്യുന്നവർ വേറെ ആരാളുള്ളത്? സഹാബത്തിനെ പോലെ. അപ്പം അവരെന്ത് ചെയ്താലും അത് റസൂലുള്ളാഹിൽ നിന്ന് പഠിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോൾ, അപ്പോൾ ജനങ്ങളൊക്കെ പലരും ഇങ്ങനെ പല ഭാഗത്ത് ഓരോ മൂലയിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് ചില ജമാഅത്തുകളായിട്ട് ഒറ്റക്കായിട്ടൊക്കെ ഇങ്ങനെ തറാവീഹ് നിസ്കരിക്കുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ രംഗം കണ്ടപ്പോൾ പറഞ്ഞു, ലൗ അന്നീ ജമഅത്തു ഹൗലായി അലാ ഖാരിഇൻ വാഹിദിൻ. ഈ ആളുകളെ എല്ലാം കൂടി ഒരു ഇമാമിൻ്റെ മേൽ ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് അവർക്ക് ആ ഇമാമ് നേതൃത്വം കൊടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അക്കാന അംസല, അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും എന്ന് പറയുകയും പിന്നെ മഹാനവറുകൾ തീരുമാനിച്ച് അങ്ങനെ തന്നെ നടപ്പാക്കണമെന്ന്. അങ്ങനെ ആ ജനങ്ങൾക്കെല്ലാവർക്കും ഇമാമത്ത് നിൽക്കാൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിക്കുകയും ചെയ്തു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിലായി റസൂലുള്ളാഹിന്റെ കാലത്ത് 3 രാത്രി നിസ്കരിച്ച ആ നിസ്കാരം പുനഃസ്ഥാപിച്ചു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു മറ്റൊരു രാത്രി ഇങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ ജനങ്ങളൊക്കെ ഒരു ഇമാമിൻ്റെ കീഴിലായിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്ന രംഗം കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഈ ബിദ്അത്ത് നല്ല ബിദ്അത്തായി പോയി. ഈ ബിദ്അത്ത് നല്ല ബിദ്അത്തായി പോയി എന്നാണ്. അവിടെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംഭവം, റസൂലുള്ളാഹി ചെയ്യാത്ത ഒരു കാര്യം കൊണ്ടുവന്നു എന്നല്ല.
പിന്നീട് കുറേ കാലമായി നിലച്ചു പോയതിനെ പുനഃസ്ഥാപിച്ചു എന്ന അർത്ഥത്തിലാണ് മഹാനാൾ പറയുന്നത് നല്ല പണിയായി പോയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ആ 3 രാത്രി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒറ്റ ഇമാമിൻ്റെ കീഴിലായി തറാവീഹ് നിസ്കാരം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. കാരണം മഹാനവറുകൾ അതിന് ധൈര്യപ്പെട്ടത് എന്താണ്? ഇനി ഫർദാക്കപ്പെടുമെന്ന പേടിയില്ലല്ലോ. റസൂലുള്ളാഹി വഫാത്തായ പിന്നെ വഹയി നിലച്ച്, പിന്നെ തറാവീഹ് നിസ്കാരം ഫർദാക്കപ്പെടുമെന്നുള്ള ഒരു പേടിയൊന്നും ആ കാര്യത്തിലില്ലല്ലോ. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കാലത്തും ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളുള്ള മൂപ്പര് ആ വകയ്ക്ക് ചിന്തിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പല പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ വഴിക്ക് ചിന്തിച്ചില്ല എന്നേ ഉള്ളൂ. പിന്നെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടമായപ്പോൾ കുറച്ചൊക്കെ സ്വാധീനങ്ങളൊക്കെ ആയല്ലോ. അങ്ങനെ ആയപ്പോഴാണ് മൂപ്പര് ഭരണകാലത്ത് പലതും സ്ഥാപിച്ചിട്ടുണ്ട്, പല പരിഷ്കാരങ്ങളും നടത്തിയിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്, നല്ലൊരു വിദഅത്താണ് മഹാനവറുകൾ ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെത്രയാണ് നിസ്കരിച്ചത്? ഈ സഹാബത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ എത്ര റക്അത്ത് നിസ്കരിച്ചു? സഹിഹായി റിപ്പോർട്ട് വന്നതാണ്. അവർ 20 നിസ്കരിച്ചത്. 23 20 തറാവീഹും 3 വിത്റും. ഇത് സ്ഥിരപ്പെട്ടതാണ്. സഹിഹായ റിവായത്ത് റിപ്പോർട്ട് കൊണ്ട്, പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ളാഹി എത്രയാണ് നിസ്കരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് നിസ്കരിച്ചത് എന്നിത് നമുക്ക് മനസ്സിലാക്കാൻ കഴിക്കണം. റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ച സഹാബത്ത് എത്രയോ അതിലുണ്ടാവുമല്ലോ. ബഹുഭൂരിപക്ഷമായി തന്നെ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചവരായിരിക്കുമല്ലോ. അവരാരും ഒരാളും എതിരഭിപ്രായം പറയാത്തത് കൊണ്ട് തന്നെ ഇജ്മാഉ സഹാബ, സഹാബത്തിൻ്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായത്തിൽ തറാവീഹ് 20 റക്അത്താകുന്നു. ഒരാളും അഭിപ്രായപ്പെട്ടിട്ടില്ല, അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി അത്രയല്ലേ നിസ്കരിച്ചത്, എന്താ നിങ്ങൾ 20 ആക്കിയതൊന്നും ആരും ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹി 8 നിസ്കരിച്ചത്, അല്ലെങ്കിൽ 12 നിസ്കരിച്ചത് എന്നാരും ചോദ്യം ചെയ്യാതെ അങ്ങനെ ഒരവസ്ഥയിൽ 20 നിസ്കരിച്ചപ്പോൾ 20 തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിസ്കരിച്ചത് എന്ന് മുസ്ലിം ലോകത്തിന് ബോധ്യപ്പെട്ടു. അതനുസരിച്ച് തന്നെയാണ് 4 മദ്ഹബിൻ്റെ ഇമാമുമാരും തറാവീഹ് 20 റക്അത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. 20 റക്അത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പല സ്ഥലത്തും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വ്യാപകമായി 8 നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലഘട്ടം ഇങ്ങനെ അവസാന കാലഘട്ടത്തിൽ നീങ്ങില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ദീൻ്റെ വിഷയത്തിലുണ്ടാവുമല്ലോ. അപ്പം ആ നിലക്ക് ഗൾഫ് നാടുകളിലൊക്കെ മിക്കവാറും പള്ളികൾ, അധികരിച്ച പള്ളികളിലും 8 തന്നെയാണ്. എണ്ണപ്പെട്ട ചില പള്ളികൾ മാത്രമേ 20 നടക്കുന്നുള്ളൂ. അല്ലാത്തതൊക്കെ 8 8ന്മേലായി എല്ലാവരും സംസാരവും അങ്ങനെ ആയി മാറി 8 എന്നുള്ള നിലക്ക് എത്തിച്ചേർന്നു. ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട്. പല ഫത്വകളും പല ആലിമീങ്ങളും അങ്ങനെ ഫത്വ കൊടുക്കുന്നു. എല്ലാം കൂടിയായി ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആയിത്തീർന്നു. പഴയ തലമുറക്കാരൊക്കെ 20 ആളുകളായിരുന്നു. ഇപ്പോൾ പുതുതലമുറ 8 ആളുകളായി മാറി. പക്ഷേ നിയമം, യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ്, വസ്തുത ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഇൻഷാ അള്ളാഹ് ഇനി തറാവീഹ് നിസ്കാരം എങ്ങനെ ബാത്തിലാകാത്ത രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റും എന്ന് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലിപ്പിൽ നമുക്ക് അതിനെപ്പറ്റി പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കണേ അള്ളാഹ്. ഞങ്ങളെ നോമ്പും നിസ്കാരവും തറാവീഹും എല്ലാം ഞങ്ങളിൽ നിന്ന് നീ പരിപൂർണമായി സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളാഹ്. നിന്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ,
അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്കും പല രോഗങ്ങളുണ്ട്. നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. രോഗം കൊണ്ട് അവശരായി റബ്ബെ കടന്നു പോകുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ നീ തള്ളി മാറ്റല്ല അല്ലാ. നിനക്ക് മരണം വരെ, അവസാന ശ്വാസം വരെ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ഈ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെല്ലാവരെയും ബന്ധപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദര സഹോദരന്മാർ, മറ്റു ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, മുസ്ലിമീങ്ങൾ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാ. എല്ലാവരുടെയും ബർസഖിയത്തും സന്തോഷത്തിലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.